ഹലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട ടൂളുകളെ കുറിച്ചായിരുന്നു. ഇന്ന് നമുക്ക് പറയാനുള്ളത് ടീച്ചിങ് ഓർ ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രോംപ്റ്റ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ പ്രോംപ്റ്റിൻ്റെ ചില സ്ട്രക്ചേർഡ് ഫോർമാറ്റുകളാണ്. നമുക്കറിയാം, ഒരു ടീച്ചർക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ഐസ് ബ്രേക്കിംഗ് സ്കിൽ എന്നുള്ളത്. കാരണം കുട്ടികളൊക്കെ ക്ലാസ്സിലേക്ക് വരുന്നു. അപ്പോൾ അവർ തീരെ പരിചയമില്ലാത്ത ആളുകളുണ്ടാവും, നല്ല പരിചയമുള്ള ആളുകളുണ്ടാവും, ടീച്ചറല്ല പരിചയമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതൊരു ക്ലാസ്സിനെ തുടക്കത്തിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ടെൻഷനെ ബ്രേക്ക് ചെയ്യുക, അവരെ പരസ്പരം മിങ്കിളാക്കുക, പരസ്പരം പേരുകൾ പരിചയപ്പെടുക, പരസ്പരം നാട് പരിചയപ്പെടുക, പരസ്പരം അവർക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയുക. ഇതാണ് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു സെഷൻ്റെ ആദ്യത്തിൽ അവർ മിങ്കിളാവാൻ കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഐസ് ബ്രേക്കിംഗ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടെ ഐസ് ബ്രേക്കിംഗ് അത്യാവശ്യമാണ്. ഇനി പരസ്പരം പരിചയമുള്ള കുട്ടികളാണെങ്കിൽ പോലും ആദ്യം ക്ലാസ് തുടങ്ങുമ്പോൾ നേരെ ക്ലാസ് തുടങ്ങുന്നതിന് പകരം അവിടെ ഒരു ചെറിയൊരു ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി, ആ ഒരു സെഷനെ ബ്രേക്ക് ചെയ്യല്ല, അവരുടെ ആ സിറ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യാൻ, അവരൊന്നും കൂടി മിങ്കിളാക്കാനും ഒന്നും കൂടി എൻഗേജ് ആക്കാനും ഒരു ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി അവിടെ അത്യന്താപേക്ഷിതമാണ്. ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് 100-ലധികം കുട്ടികളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ പരീക്ഷ നടത്തി. ഈ കുട്ടികളെ 2 പാർട്ടാക്കി. 50-ലധികം കുട്ടികൾ ഇവിടെയുണ്ട്, 50-ലധികം കുട്ടികൾ ഇവിടെയുണ്ട്. അതിൽ ഒരു ടീമിന് ഐസ് ബ്രേക്കർ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തു. അതിനുശേഷം അവരെ പഠിപ്പിച്ചു, ക്ലാസ് എടുത്തു. ഈ ഭാഗത്തുള്ള കുട്ടികൾക്ക് ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റീസ് ഒന്നും കൊടുക്കാതെ ഡയറക്റ്റ് ക്ലാസ് എടുത്തു. അതിനുശേഷം ഈ കുട്ടികളിൽ ഒരു പഠനം നടത്തി എന്നുള്ളതാണ്. ആ പഠനത്തിൽ അവർ കണ്ടെത്തിയത് ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി കിട്ടിയ കുട്ടികളുണ്ടല്ലോ, ഐസ് ബ്രേക്കിംഗ് നടത്തിയിട്ട് പഠിപ്പിച്ചു, ആ കുട്ടികൾ ക്ലാസ് റൂമിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു, വളരെ എൻഗേജിങ് ആയിരുന്നു, വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. അവർ വളരെ ടീം മേക്കേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ അവരെ ടീം വർക്ക് ഉണ്ടായിരുന്നു. എന്നാലോ ഐസ് ബ്രേക്കിംഗ് കിട്ടാതെ നേരെ ഡയറക്റ്റ് പഠിപ്പിച്ച കുട്ടികൾ, അവരുടെ ക്ലാസ് റൂമിലെ ആക്ടിവിറ്റി വളരെ കുറവായിരുന്നു, അവരുടെ ശ്രദ്ധ കുറവായിരുന്നു, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വളരെ ലോ ആയിരുന്നു, അവരത്ര എൻഗേജിങ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ക്ലാസ്സിലും നമ്മൾ ആദ്യം ഒരു ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി ചെയ്യണം. ഡയറക്റ്റ് പോയിട്ട് ക്ലാസ് എടുക്കരുത്. ആദ്യത്തെ 5 അല്ലെങ്കിൽ 6 7 മിനിറ്റ് കുട്ടികൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി കൊടുക്കണം, ഒരു ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്നും ഇങ്ങനെ ആക്ടിവിറ്റി കൊടുക്കാൻ നേരം ഉണ്ടാവുമോ? ചോദ്യം. സിലബസ് തീരണ്ടേ? ചോദ്യമാണ്. എന്തപ്പോൾ എന്നും ഒരു ആക്ടിവിറ്റി കൊടുക്കുക? ഉദാഹരണം പറയണം. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്ന സമയത്ത് അന്ന് എടുക്കാനുള്ള ഒരു കണ്ടന്റ് ഉണ്ടാവുമല്ലോ. അന്ന് ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഉണ്ടാവും. എന്തും ആവാം. ചിലപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ആവാം, ഗ്ലോബൽ വില്ലേജ് ആവാം. ഇനി മാത്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, a² + b² ഒക്കെ ആവാം, എന്തും ആവാം. ഉദാഹരണം പറയണേ. അങ്ങനെ അന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ടാവും. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ നമ്മളോട് വളരെ അറ്റാച്ച്ഡ് ആവും, നമ്മുടെ ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യും. കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു ഏഴാടുപ്പ് ഉണ്ടാവും. എന്നാൽ കുട്ടികൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടാവും, അവരുടെ എനർജി ലെവൽ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഐസ് ബ്രേക്കർ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അപ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ നിങ്ങളെ ഏത് LLM ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ChatGPT ആണ്, ChatGPT, അത് നിങ്ങൾ ഫീഡ് ചെയ്താൽ മതി. അതിന് 2-3 തവണ ഈ ചിൽ ഫോർമാറ്റ് എന്ന് തന്നെ പറയും. ചിൽ ഫോർമാറ്റ്, അത് ഫോർമാറ്റ് കൊണ്ട് നേരെ ഫീഡ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ PDF ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഈ ഒരു ഫോർമാറ്റ് മൂപ്പര് പഠിപ്പിച്ച് വെച്ചാൽ പിന്നെ ചിൽ ഫോർമാറ്റിൽ എനിക്ക് എൻ്റെ കുട്ടികൾക്ക്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി കൊടുക്കണം, ആ ഒരു ആക്ടിവിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിൽ മൂപ്പർ എന്ത് തരും? ഒരു ഐസ് ബ്രേക്കർ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ നാളെ എടുക്കാനുള്ള കണ്ടന്റ് എന്താണെന്ന് പറയാം, വിഷയം എന്താണെന്ന് പറയാം. എന്നിട്ട് ചിൽ ഫോർമാറ്റിൽ ഐസ് ബ്രേക്കർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നല്ല നല്ല സുന്ദരമായ ഐസ് ബ്രേക്കേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. മനസ്സിലായോ? അതാണ് ചിൽ ഫോർമാറ്റ്. ചിൽ എന്നുള്ളതിൽ C ഫോർ കണക്ട് എന്നുള്ളതാണ്. ഐസ് ബ്രേക്കിംഗ് എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ് ഐസ് ബ്രേക്കിന്റെ ആവശ്യം എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്തും ആദ്യത്തെ 5 അപ്പോൾ മാക്സിമം 10 മിനിറ്റ് വരെ, മാക്സിമം അതിൻ്റെ അപ്പുറം പോകണ്ട, ഇതിനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ ഇൻറ്റിമസി ഫീൽ ചെയ്യും. പിന്നെ റാപ്പ് ബിൽഡ് ചെയ്യണം, അത് വേണമല്ലോ. റാപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഐസ് ബ്രേക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ചിൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ C ഫോർ കണക്ട് എന്നുള്ളതാണ്. ഇനീഷ്യേറ്റ് ആക്ടിവിറ്റീസ് ദാറ്റ് എൻകറേജ് പാർട്ടിസിപ്പൻസ് ടു ഷെയർ സംതിങ് അബൌട്ട് ദംസെൽവ്സ്. അവർ സ്വന്തത്തിനെ കുറിച്ച് ഷെയർ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്യുക, തുടങ്ങുക. അപ്പോൾ അതിനവർക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പൂവ് എടുത്തിട്ട്, ഈ പൂവ് ഞാനും ഒരുപോലെയാണ്, കാരണം ഈ പൂവ് സുന്ദരമാണ്, അപ്പോൾ ഞാനും സുന്ദരനായ ഒരാളാണ്, ഉദാഹരണം പറയാണ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തു. അപ്പോൾ എന്നും ഇത് തന്നെയാണ് പറയുക? അല്ല, അങ്ങനെയല്ല. ഒരു ദിവസം, അടുത്ത ദിവസം നമ്മുടെ ടോപ്പിക് വേറെ ആയിരിക്കും. അപ്പോൾ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഐസ് ബ്രേക്കറാണ് ഉണ്ടാവുക. എന്നാലും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈഫിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ, അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ നമുക്കതിൽ നിന്ന് കിട്ടുന്നർത്ഥം. എന്നും സെയിം ക്ലീഷ ടിപ്പിക്കൽ സാധനങ്ങൾ പോവരുത്. കുട്ടികൾക്കും മടുക്കും, നമുക്കും മടുക്കും. നേരെ മറിച്ച് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റികൾ നമുക്ക് ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റണം. കുട്ടികൾക്ക് ബോർ ഫീൽ ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ ആ ആക്ടിവിറ്റിയുടെ രസം പോകും. മനസ്സിലായോ? അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം നമ്മുടെ ക്ലാസ് റൂമൊക്കെ ഉണ്ടാവേണ്ടത്. പുതിയ കാലത്ത് പ്രത്യേകിച്ചും കുട്ടികളെ ഷോർട്സും റീൽസൊക്കെ കാണുന്ന കുട്ടികളല്ലേ. അപ്പോൾ അതാണ് C ഫോർ കണക്ട്.
പിന്നെ എച്ച് ഹ്യൂമർ, കൊടുക്കുന്ന ആക്ടിവിറ്റിയിൽ ചെറിയൊരു ഹ്യൂമർ ഉണ്ടാവണം എന്നുള്ളതാണ്. ഉദാഹരണം യൂസ് ഇന്ററാക്റ്റീവ് ടാസ്ക്സ് ദാറ്റ് റിക്വയർ ടീം വർക്ക് ഓർ പാർട്ടിസിപ്പേഷൻ. പറഞ്ഞാൽ ആ ഐസ് ബ്രേക്കിങ്ങിൽ ടീം വർക്കും ഉണ്ടാവണം, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ചില ആളുകൾ മാത്രം അതിൽ വർക്ക് ചെയ്യും, കുറച്ച് ആളുകൾ അവിടെ ഇരിക്കണം, അതുകൊണ്ട് കാര്യമില്ല. ക്ലാസ് മൊത്തം ഇളകണം. അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ കൃഷി ഇറക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ ഒഴുതു മറിച്ചതിന് ശേഷമാണ് നമ്മൾ വിത്തിടുക. അങ്ങനെ ആയാലോ ആ വിത്ത് സൂപ്പറായിട്ട് ഉണ്ടാവും. എന്ന് പറയുന്നത് പോലെ ക്ലാസ് ആണ് തുടങ്ങുന്നതിന് മുമ്പ് ആ കുട്ടികളെ മൊത്തം ഒന്ന് ഇളക്കണം. അവരൊന്ന് ഫിസിക്കലി അവരുടെ മോട്ടോർ സ്കില്ലുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് പുറത്തെടുക്കണം. എന്നിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ എനർജറ്റിക് ആയിരിക്കും, വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പൊ ഒരു ഹ്യൂമർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 3 ഇൻവോൾവ്, യൂസ് ഇന്ററാക്റ്റീവ് ടാസ്ക് ദാറ്റ് റിക്വയർ ടീം വർക്ക് പറഞ്ഞല്ലോ. 4മത്തതാണ് ലേൺ, എൻഷുർ ദ ആക്ടിവിറ്റി ഫോസ്റ്റേഴ്സ് ലേണിംഗ് അബൌട്ട് ഈച്ച് അതേഴ്സ് ഇൻ എ മീനിങ് ഫുൾ വേ. ഓരോരുത്തരും പരസ്പരം മീനിങ് ആയ രീതിയിൽ തിരിച്ചറിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ആയിരിക്കണം. അപ്പൊ എല്ലാവർക്കും ആ ഒരു ആക്ടിവിറ്റി കഴിയുന്നതോടുകൂടി അവരെ പരസ്പരം തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ പേര് അറിയാന്നുള്ളതല്ല, ചിലപ്പോൾ പേര് അതേ അറിയുന്നതായിരിക്കും. അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, അവർക്ക് എത്രത്തോളം ആ വിഷയത്തിനെ കുറിച്ച് കാഴ്ചപ്പാടുണ്ട് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയണം. 5മത്താണ് ലിങ്ക്, ബിൽഡ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ഐസ് ബ്രേക്കർ ആൻഡ് ദ സെഷൻസ് പേർപ്പസ്. അതിനാൽ ഈ ഒരു ഐസ് ബ്രേക്കറും അന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സെഷൻ അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം, ആ വിഷയവുമായിട്ട് എന്തുണ്ടാവണം, ഇവർക്കൊരു കണക്ഷൻ ഉണ്ടാവണം. ആ ഐസ് ബ്രേക്കിങ്ങിലൂടെ ഇന്നെടുക്കാൻ പോകുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം. ആ രീതിയിൽ ഈ ഒരു ഐസ് ബ്രേക്കറിന് എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്യണം. ഇതാണ് ചിൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം ചില കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ PDF കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കേട്ട ഉടനെ ഇത് വായിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എല്ലാവർക്കും അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് വായിക്കാവുന്നതാണെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആവും. അതാണ് ചിൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ചിൽ, CHILL. C ഫോർ കണക്ട്, അപ്പോൾ കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐസ് ബ്രേക്ക് ആയിരിക്കണം. ഹ്യൂമർ ഉള്ള ഒരു ഐസ് ബ്രേക്കർ ആയിരിക്കണം. H ഫോർ ഹ്യൂമർ. I ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഐസ് ബ്രേക്കർ ആയിരിക്കണം. L അവർക്ക് ലേണിങ്ങിന് പരസ്പരം പഠിക്കാനുള്ള ഒരു ഐസ് ബ്രേക്കർ ആയിരിക്കണം. ലിങ്ക് അവരുടെ ഇന്നത്തെ ക്ലാസ്സുമായി കണക്ട് ചെയ്യുന്ന ഒരു ഐസ് ബ്രേക്കർ ആയിരിക്കണം. ദാറ്റ് ഈസ് ലിങ്ക്, ദാറ്റ് ഈസ് ചിൽ ഫ്രെയിം വർക്ക്. അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ക്ലാസ് കേട്ട് കഴിഞ്ഞ ഉടനെ ഈ ഒരു നോട്ട്സ് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചിൽ ഫ്രെയിം വർക്കിൽ ഒരു 2-3 സെഷനുകൾ, 2-3 ക്ലാസ്സുകൾക്കുള്ള വ്യത്യസ്ത വിഷയങ്ങളുള്ള ക്ലാസ്സുകൾക്കുള്ള ഒരു ഐസ് ബ്രേക്കർ ഒന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രൂപ്പിലൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഫോർമാറ്റുകളെ കുറിച്ച് സംസാരിക്കാം. താങ്ക്